അപ്പോൾ ഇത് നമ്മൾക്കിന്ന് ഡിഫൻഡർ കിട്ടി. ഞാനൊരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലൈവിൽ ഞാനും കയറി. അപ്പോൾ ഞാൻ കയറി കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും എനിക്ക് ഡിഫൻഡർ തന്ന്. അപ്പോൾ ഏതാണ്ട് ഡിഫൻഡർ ഇപ്പുറത്ത് കിടപ്പുണ്ട്. ഞാൻ കഴുകി നല്ലോണം വാഷൊക്കെ ചെയ്ത് ഇട്ടേക്കാണ്. അതുകൊണ്ട് കിടക്കുന്നത് സീനല്ല ഗൈസ്. ഡിഫൻഡറൊക്കെ ഞാൻ കുറേ ആൾക്കാരെടുത്ത് വെച്ചു. ഞാൻ ബാക്കിൽ മാർക്കോന്നൊക്കെ അടിച്ച് വെച്ച് വെറുതെ കിടക്കട്ടെ എന്ന് വിചാരിച്ച്. ഇതിൻ്റെയൊക്കെ എൻജിൻ്റെ ഇതൊക്കെ കണ്ടോ, അതൊക്കെ ഇതിൽ പൊക്കാൻ പറ്റും. അതുകൊണ്ട് ബാക്കിലത്തെ ആ ഡോറൊക്കെ ഇതിൽ തുറക്കാൻ കണ്ട അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്കില്ലേ എന്തെങ്കിലും സാധനമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പോകാനൊക്കെ പറ്റും. അത് നമ്മളെ കയ്യിൽ അതൊക്കെ ഉണ്ടെന്ന്. ഇപ്പം സീനാണ്. കണ്ട ഡിഫൻഡറിലൊക്കെ കയറുന്ന ഇൻറ്റീരിയർ ഇതായതുകൊണ്ട് ഞാൻ അങ്ങ് ഹൈഡ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റീരിയർ ആയതുകൊണ്ട് മാപ്പും കാണാം നമുക്ക്. അതുകൊണ്ട് ഇൻറ്റീരിയർ അങ്ങ് ഹൈഡ് ചെയ്തിട്ടിട്ട് കളിക്കാനും പറ്റും. അതുകൊണ്ട് രക്ഷപ്പെട്ട് ഇപ്പോൾ അതുകൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ മോനെ കണ്ട ഒരു രക്ഷയില്ല. ഡിഫൻഡറിൽ ഞാൻ കിട്ടുമെന്ന് പോലും പ്രതീക്ഷിച്ചല്ല. ഡിഫൻഡറൊക്കെ എല്ലാവരെയും കയ്യിലൊക്കെ ഡിഫൻഡർ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് മാത്രം ഡിഫൻഡർ ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എനിക്ക് ഡിഫൻഡർ കിട്ടി. മിറർ ഇട്ട് ഓടിക്കാന്ന് തോന്നുന്നു. മിറർ ഷോ മിറർ. അയ്യോ മിറർ ഇട്ടപ്പോൾ നമ്മൾ ഇത് പോയി ഹൈഡാക്കിയത് പോയി. അടന്നില്ലേ ഇൻസൈഡ് ഇതെല്ലാം കുറച്ച് താഴ്ത്തണം. സെറ്റായി ഇപ്പം വേണ്ട മിററും കാണാം നമുക്ക്. ഇപ്പോൾ ബാക്കിൽ നിന്ന് ആരെങ്കിലും വരുമോ എന്നൊക്കെ കാണാനും പറ്റും. ഡിഫൻഡറിൽ പോകുന്നൊരു വൈബാണ്. ഇപ്പോൾ ഞാൻ മറ്റേ BM ഒക്കെ ഞാൻ ഫുള്ള് ലോവർ ചെയ്തിട്ടിട്ടല്ലേ ഓടിച്ച സിവിക്കും BM ഒക്കെ. അതിൽ നിന്ന് പെട്ടെന്ന് ഇതിലേക്ക് വന്നപ്പോൾ ഇല്ല എനിക്ക് എന്തോ ഒരു തോന്നി. എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. ബട്ട് എടുത്തപ്പോഴൊക്കെ എനിക്കൊരു കാര്യം പെട്ടെന്നൊക്കെ ഇതൊക്കെ വന്നപ്പോൾ ഫുള്ള് ബ്ലൈൻഡായിപ്പോയി. ഇതിൻ്റെ ഒരു ഡിഫൻഡർ അങ്ങനെയൊന്നും കിട്ടുന്ന കാറല്ല. ഇതിൽ കുറവാണ് ഡിഫൻഡർ. അപ്പം എനിക്ക് ഡിഫൻഡർ വേണമെന്നുണ്ടായിരുന്നു. അപ്പം ഡിഫൻഡർ ഇപ്പം കിട്ടി. ഇത് തന്ന മച്ചാനൊക്കെ അടിപൊളി താങ്ക്സാണ്. അപ്പോൾ നമ്മളിന്ന് വെറുതെ ഇങ്ങോട്ട് വണ്ടി എടുത്തോണ്ട് പോകുന്നു. നിങ്ങളെ കാണിക്കാലോ എന്ന് വിചാരിച്ച്. ഇവിടെ പിന്നെ നമുക്ക് മാപ്പൊന്നും എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിക്കത്തുള്ളൂ. അന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മാപ്പുണ്ട്. ഡിഫൻഡറിൻ്റെ ഉള്ളിൽ മാപ്പുണ്ട്. പിന്നെ മാപ്പ് നമുക്ക് എടുക്കാം. പക്ഷെ ഒന്നും മനസ്സിലാകില്ല. കണ്ട ഭയങ്കര ലൈറ്റായിട്ടല്ലേ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്നൊരു അടിപൊളി പ്ലേസ് കാണുവാണെങ്കിൽ കൊള്ളാം. ഞാനില്ല സിറ്റി 1 സ്റ്റേഡിയം പോവാം. സ്റ്റേഡിയം എത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ അപ്പം ഞാൻ സ്റ്റേഡിയം എത്തിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും സ്റ്റേഡിയം എത്തിയിട്ട് കാണാം. അപ്പോൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ കേസ് നമ്മൾ താണ്ട ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇനി അങ്ങോട്ട് ഹൈഡാക്കത്തില്ല. കാര്യം ഇനി ഹൈഡാക്കി കഴിഞ്ഞാൽ പണി കിട്ടും. കാര്യം അവിടെ ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റും ഗൈസ്. അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകുമ്പോഴേക്ക് ഞാൻ അപ്പം മിറർ നമുക്കിനി ആവശ്യമില്ല. ഞാൻ വെറുതെ ഇട്ടുന്നുള്ളൂ. അപ്പം മിറർ അങ്ങ് ഓഫ് ചെയ്തിടാം. പിന്നെ മിറർ ഇടുമ്പോൾ ചെറിയ രീതിയിൽ ലാഗും അടിക്കും. അപ്പം മിറർ ഓഫായി കിടക്കട്ടെ. നമുക്ക് വലിയ സീനൊന്നും ഇല്ലല്ലോ. മിറർ ഇടുമ്പോൾ നമ്മൾ വണ്ടി നീങ്ങുമ്പോൾ അങ്ങോട്ടും ഇത് വരും. ഈ മാപ്പും ഇങ്ങോട്ട് തിരിയും. എല്ലാം കൂടി വരുമ്പോൾ സ്ക്രീന് നിങ്ങൾക്ക് ഒരു രസം ഉണ്ടാകത്തില്ല കാണാൻ.
ഇപ്പം ഞാനിപ്പോൾ ഹൈഡ് ചെയ്തില്ല. ഇതാണ് ഫുട്ബോൾ സ്റ്റേഡിയം. അപ്പോൾ നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലൊക്കെ കാറിടാൻ പറ്റും കേട്ടോ. സാധാരണ എല്ലാവരും ഇവിടെ ഇല്ല കാറൊക്കെ ഇട്ടിട്ട് പോകുന്നു. ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഫുള്ള് വണ്ടിയുടെ പാടാണ് കണ്ടോ. ഇതാണ് സ്റ്റേഡിയത്തിൻ്റെ എൻട്രൻസ്. നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് പാർക്ക് ചെയ്യാൻ കണ്ടോ. ഞാൻ ഉള്ളിലാണ് പാർക്ക് ചെയ്യാൻ പോകുന്നു. പിന്നെ ഡിഫൻഡർ അല്ലേ, ഡിഫൻഡർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് പാർക്ക് ചെയ്തിടാം. തട്ടോ എന്താ, നമുക്ക് വ്യൂ മാറ്റട്ടെ. ഡിഫൻഡറൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാനേ പാടാണ്. എൻ്റെ ഉള്ളിൽ ഇടാനും സ്ഥലമില്ല. എന്തോ ഒരു സീനാണ് ഇത്. ഞാൻ എഞ്ചിനൊന്നും വെച്ചില്ല, പക്ക സ്റ്റോക്കായിരുന്നു. പിന്നെ ഈ ഡിഫൻഡറൊക്കെ പിന്നെ സ്റ്റോക്കായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. കാര്യം ഡിഫൻഡറിന് ഡിഫൻഡറിൻ്റെ സ്റ്റോക്കാണെങ്കിൽ ആ ഒരു പവർ കിട്ടും. ഇതിൽ അസാലയിട്ടിടാൻ വേണ്ടി ഇങ്ങനെ ഇപ്പം വണ്ടി ഓഫാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആ ബാക്കിലത്തെ ഹെഡ്ലൈറ്റ് ഇപ്പോഴും ഓണായി തന്നെ നടക്കുന്നുണ്ട്. ഇനി മിക്കപ്പോഴും നമ്മൾ മിക്കവാറും ഡിഫൻഡറിലായിരിക്കും കേട്ടോ വരിക. നമ്മളിപ്പോൾ ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റുന്നു ഇവിടെ. ഞാൻ അങ്ങോട്ട് പോകാനുള്ളൊരു പരിപാടിയാണ്. മൾട്ടിപ്ലെയറൊക്കെ ഇവിടെ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഓടി വരെ. ഇവിടെ സ്പ്രിൻറ്റിൻ്റെ ബട്ടൺ ഉണ്ട് കണ്ട, ഇത് കിക്ക് ചെയ്യാനുള്ള ബട്ടൺ. ഞാനിപ്പോൾ അടുത്തെന്നിട്ട് കണ്ട നെക്കി പിടിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ കണ്ട ബോൾ കിക്കായി. അത് നമ്മൾ ഇതിൽ നിൽക്കുമ്പോൾ സ്പീഡില്ല. ആ ഒരു സ്പ്രിൻറ്റിൻ്റെ സ്റ്റാമിന കഴിയുന്നത് വരെ നമ്മൾക്ക് അടിക്കാൻ പറ്റുമോ. ഇപ്പോൾ ബോൾ പോയി കണ്ടോ, കോർണർ കണ്ടു. കോർണർ അപ്പം നമ്മളെന്നാൽ ഇവിടെ വരും കണ്ടോ, വലിച്ച് ഇങ്ങോട്ട് ഒറ്റടി അടിക്കും. അപ്പം ഞാൻ ന്യൂബാണ് കേസ്. ഞാനിത് എനിക്ക് കളിക്കാനൊന്നും മര്യാദയ്ക്കൊന്നും എന്നോടാ. പക്ഷെ ഇത് കളിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഗോൾ അടിച്ചു കഴിഞ്ഞില്ല, ഇത് ഈ സ്കോർ ബോർഡിൽ ഇതൊക്കെ വരും. ഞാൻ കാണിച്ചു തരാം. എൻ്റെ വെയിറ്റ്, ഞാൻ അവിടെ പോയിട്ട് അടിക്കാം. അവിടെ വന്നത് റോളക്സ് വെയിറ്റ് അങ്ങനെ ടീമൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റും. അപ്പം നമുക്കിനി മൗണ്ടൻ പോവാം ഗൈസ്. അപ്പം ഞാൻ വണ്ടിയിലേക്ക് സ്പോണാകാം, അതാ നല്ല. ഡിഫൻഡർ വേറൊരു ലുക്കാണ് ഇപ്പം. ഇതിൻ്റെ അലോയ് മാറ്റണമെന്ന് നിങ്ങൾ പറയുക കേട്ടോ. എൻ്റെ ഈ വേറെ അലോയൊന്നും ഇല്ല ഡിഫൻഡറിന് പറ്റും. ഡിഫൻഡർ കത്തുമോ? ഡിഫൻഡറിൽ പൊട്ടിക്കാനായിട്ടുള്ള അതൊന്നും ഞാൻ സെറ്റാക്കിയില്ല ഗൈസ്. നമുക്ക് വേണമെങ്കിൽ മൗണ്ടൻ പോയി. ഇനിയില്ലേ എൻ്റെ നേരത്തെ എൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എനിക്ക് ഓഫ് റോഡ് പോകാനായിട്ടൊരു വണ്ടി ഇല്ലായിരുന്നു. ഇപ്പോൾ ഓഫ് റോഡ് പോകാൻ വണ്ടിയായി. നേരത്തെ ഞാനില്ലേ ആ ഒരു കാറില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു റോളക്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അടിച്ചേക്കുന്ന ആ ഒരു കാറിലല്ലായിരുന്നാൽ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം കുറേ കാറായി. ഇപ്പം എനിക്ക് അറിഞ്ഞൂടെ ഏത് കാറിൽ പോകണമെന്ന് തന്നെ ഡൗട്ടാണ്. നമുക്ക് ഡൊണാട്ടിൽ പോകാം കേസ്. ഡൊണാട്ടിൽ പോയിട്ട് നമുക്ക് അവിടെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പുറത്തേക്കുള്ള വഴിയാണ്. ഇപ്പം ഇടിച്ചാൽ ഞാൻ അവിടെ. പക്ഷെ ഡിഫൻഡർ അടിപൊളിയാട്ടോ ഗൈസ്. അത്യാവശ്യം കിടില സ്പീഡൊക്കെ കയറുന്നല്ലോ. എന്താ ഗൈസ്, ഇതാണ് നമ്മുടെ ഡൊണാട്ട്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ പോയാലോ? വേണ്ട, ഇതിനാ വെറുതെ സീനാക്കുന്നല്ല. വണ്ടി സ്റ്റോക്കാണല്ലോ, കുഴപ്പമില്ല. എന്നാലും ഇവിടെ കിടക്കട്ടെ. നമുക്ക് വണ്ടി ഇങ്ങോട്ട് റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യാം. തട്ടുമെന്നൊന്നും എനിക്കറിഞ്ഞൂടെ. ഞാൻ നേരെ റിവേഴ്സ് പോവാം. ഓക്കെ, സെറ്റ്. ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഉള്ളിൽ അല്ല നമ്മൾ പാർക്ക്
വർക്ക് ചെയ്ത് നമ്മളെ കട. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ വർക്ക് ചെയ്യാം. കടയാണിത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റും കേട്ടോ. ഞാൻ ഇവിടെ ഒന്നും നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറാൻ ഉണ്ടോ? അതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ നമുക്ക് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. വണ്ടിയിലേക്ക് സ്പോണായി അടുത്ത പ്ലേസാണ്. എൻ്റെ ഡിഫൻഡറിലില്ല ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഡോറൊക്കെ ആണെങ്കിൽ തുറന്നിടാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. കണ്ട ഈ ഡ്രൈവിൻ്റെ ഡോർ ഇങ്ങനെ തുറന്നിടാം നമുക്ക്. കണ്ട അത് ഈ ഗെയിമിൽ ഒട്ടുമിക്ക ഓഫ് റോഡ് വണ്ടിക്കും പറ്റും. പക്ഷെ ഈ ലോജിക്കൊക്കെ നമ്മൾ M5-ലൊക്കെയാണ് കൊണ്ടുവരേണ്ടത്. ഒരു പ്രീമിയം കാർസിനൊക്കെ കൊണ്ടുപോകേണ്ടത്. M4ഉം M5-നൊന്നും ഇങ്ങനത്തെ ഇത് വന്നിട്ടില്ലെന്നേ. ഈ XUV പോലത്തെ കാറിന് മാത്രമേ ഉള്ളൂ. അത് മോശമായിപ്പോയി. കാര്യം എല്ലാ കാറിനും അങ്ങനെ കൊണ്ടുവരണം. കാര്യം ഈ M5 ഒക്കെ റിയൽ മണിയുടെയൊക്കെ കാറാണ്. അപ്പോൾ അതിനൊക്കെ കൊണ്ടുവരണം. അത് മോശമാണ്. പിന്നെ ഇവിടെ നമുക്ക് ട്രാഫിക് ഓണാക്കിയിടാം. ഞാൻ സിംഗിൾ പ്ലെയറാണ് കളിക്കുന്നത്. മറ്റേ സിംഗിൾ പ്ലെയർ അല്ലെങ്കിൽ ഈ ട്രാഫിക്ക് നമുക്ക് ഓണാക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്താണ് ട്രാഫിക് ഓണാക്കിയിട്ടുണ്ട്. അപ്പം അത് കണ്ട വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ട റോഡിൽ ഫുൾ ആൾക്കാരല്ലേ. ഇപ്പോഴാണ് ഒരു വൈബ്. അത്യാവശ്യം തിരക്കുള്ളത് പോലെയൊക്കെ ഇപ്പോഴാണ് തോന്നുന്നത്. ഇവന്മാർ വട്ടന്മാരാ. എൻ്റെ ഫോൺ ഇപ്പം ഞാൻ കാട്ടിപ്പോയി. എൻ്റെ ഫോണ് പ്രോ ഡ്രൈവർ. എൻ്റെ ഫോൺ ഇവന്മാർക്കില്ല. നമ്മൾ ഒരു ബോധമില്ലാത്തവന്മാരാണ്. നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴേക്കും ഇതാണോ ഉണ്ടോ കാണിച്ചാണ്ടാ തട്ടിയില്ല. പക്ഷെ ഇവന്മാർ പിരാന്തന്മാരാണ്. പക്ഷെ പിരാന്തല്ലല്ലോ പ്രാന്ത്. നമ്മൾ എന്നാ ചെയ്യുമെന്ന് ഇപ്പം നിങ്ങൾ ചോദിക്കും. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? അപ്പം ഞാൻ എന്ത് ചെയ്യണം? ടോൾ എടുത്തിട്ട് പോകണ്ടേ? എന്താണ്ട് ഇങ്ങനെ വരും. അയ്യോ പോലീസാ. സീനില്ല. ഇപ്പൊ തട്ടിയാൽ അവനൊക്കെ വന്ന വരവ് കണ്ട. ടോളാടാ അത്. നോക്കിയും കണ്ടൊക്കെ വാ. ടോളിലാണ് അവന്മാരങ്ങനെ വന്നെ. ഇതിൻ്റെ അടുത്താണ് ഓഫ് റോഡ് കാണണ്ട. ഇവിടെ നീ കാണുന്ന വഴിയില്ല. ഇതാണ് ഓഫ് റോഡിലേക്ക് പോകുന്നത്. ഞാൻ അതാണ്ട് അങ്ങോട്ട് പോവുക. ബട്ട് ഞാൻ ഓഫ് റോഡിലേക്ക് അധികം കയറുന്നില്ല. അതാണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഇത് പുതിയ ഡിഫൻഡർ ആയതുകൊണ്ട് ഞാൻ പഴിക്കൊന്നും ആക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് എല്ലാം പറയാം. ചെറുതായി ഗ്ലാസ് പൊട്ടിയോ എന്നൊരു ഡൗട്ട്. പക്ഷെ ബാക്കി വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നമ്മൾ ഈ ഡിഫൻഡർ കാണിക്കാൻ വേണ്ടി ഒന്ന് എടുത്ത വീഡിയോ. അപ്പം എല്ലാവർക്കും